വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ പ്രിയ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, വചന ശ്രവണത്തിനായി ഒരു നിമിഷം ശാന്തമായി നാം ഇരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനമായി അവിടുന്ന് മാംസം ധരിച്ചു. ആ വചനം കേൾക്കുന്ന ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷത്തിൽ അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണല്ലോ. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, ഞങ്ങൾ അങ്ങയുടെ കൃപ സ്വന്തമാക്കുവാൻ ഈ മണിക്കൂർ ഇടയാകട്ടെ. ലോകത്തിൻ്റെ ശക്തിമേൽ വിജയിക്കുവാൻ, തിന്മയുടെ ആധിപത്യത്തിൻ്റെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുവാൻ തക്ക വിധത്തിൽ വചനമാകുന്ന അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുവാൻ, അഭിഷേകമായി വരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് സഭ കൈത്താക്കാലത്തിൽ നമ്മളെ സഭയുടെ പ്രാർത്ഥനകളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാനോൻ നമസ്കാരത്തിൽ നമ്മൾ ഇപ്രകാരം ചെല്ലാറുണ്ട്: അവരന് വേണ്ടി പ്രാർത്ഥിപ്പോൻ അവനവനായി താൻ പ്രാർത്ഥിപ്പൂ, സ്വാർത്ഥത തിങ്ങും യാചനകൾ നിഷ്ഫലമല്ലോ തിരുമുമ്പിൽ. സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി മാറുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു തളർവാദ രോഗിയുമായി 6 പേർ നടന്നു വരുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. 6 പേര് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരികയാണ്. ഈശോ ഒരു വീട്ടിലുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് ജനം മുഴുവൻ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ ഈ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ചെയ്തത് എന്താണ്?
അവരുടെ വിശ്വാസം അത്രത്തോളം വലുതായതുകൊണ്ട് യേശുവിൻ്റെ പക്കൽ എങ്ങനെയെങ്കിലും ഈ തളർവാദ രോഗിയെ എത്തിച്ചാൽ അവൻ സുഖം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ടായിരുന്നതുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് അവർ ആ തളർവാദ രോഗിയെ ശയ്യയോടെ യേശുവിന് മുമ്പിലേക്ക് ഇറക്കുകയാണ്. അവിടെ വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു അവിടെ പ്രവർത്തിക്കുകയാണ്. ആ തളർവാദ രോഗിയുടെ പാപം ക്ഷമിക്കപ്പെടാനും അവൻ്റെ രോഗം മാറുവാനും കാരണമായത് അവനെ എടുത്തുകൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസമാണ്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകർക്ക് വേണ്ടി അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രിസ്ത്യാനിയും. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കിക്കൊണ്ട് അനേകരുടെ ജീവിതങ്ങളെ അഭിഷേകമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമാം വിധം മുദ്രയിട്ടവരാണ് ഓരോ ക്രൈസ്തവനും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകം നമ്മളിലേക്കും കടന്നു വരുന്നുണ്ട്. ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. കാരണം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവില്ല. തിന്മയുടെ വർഗം പ്രാർത്ഥന കൊണ്ട് പുറത്തു പോവുകയാണ്. അത് നമ്മളിൽ നിന്നും പോകും. നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരിൽ നിന്നെല്ലാം പോകും. ബൈബിളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ ഈ വിധത്തിൽ മറ്റുള്ളവർ ഈശോയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. മകൾക്ക് വേണ്ടി, മകളെ ബാധിച്ചിരിക്കുന്ന പിശാച് ബാധയിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ വേണ്ടി കാനാൻകാരി വന്ന് മകൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ഈ പ്രാർത്ഥനയുടെ അവസാനം അവൾ വില കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അവൾ അവഹേളനങ്ങൾ ഏറ്റുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. തള്ളപ്പെടുമ്പോഴും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും നായ്ക്കൾ യജമാനന്മാരുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ വിശ്വാസത്തെ വർദ്ധമാനമാക്കി. അവസാനം ഈശോ അവളോട് പറയുന്നൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന അമ്മയ്ക്ക് കിട്ടിയ മറുപടി എന്താ? അവളുടെ വിശ്വാസം കണ്ട് ഈശോ പറയാം, നിന്റെ വിശ്വാസം വലുതാണ്, നീ എന്താഗ്രഹിക്കുന്നോ അതുപോലെ സംഭവിക്കട്ടെ. അപ്പോൾ അവൾ ആഗ്രഹിച്ച കാര്യം സംഭവിക്കുകയാണ്. അവൾ ആഗ്രഹിച്ചത് എന്താ? അവളുടെ മകൾ സുഖം പ്രാപിക്കണം. അപ്പോൾ മുതൽ, ആ നിമിഷം മുതൽ, യേശു ഇടപെട്ട നിമിഷം മുതൽ, യേശു അവളോട് സംസാരിച്ച നിമിഷം മുതൽ, യേശുവിൻ്റെ വചനം അവിടുത്തെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട നിമിഷം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലെ ഒത്തിരിയേറെ മക്കളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടണമെന്നുള്ള ആഗ്രഹത്തോടെ പോയി പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, നമ്മൾ അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഓർക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിത ദുഃഖങ്ങളെ കൃപകളാക്കി മാറ്റി പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നമ്മളിലൂടെ അനേകം മക്കൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. കാനാൻകാരി സ്ത്രീയോട് ഈശോ പറഞ്ഞ പോലെ നമ്മളോടും പറയും, നിന്റെ വിശ്വാസം വലുതാണ്, നീ എന്താഗ്രഹിക്കുന്നോ അതുപോലെ സംഭവിക്കട്ടെ. ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാകണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഓരോരുത്തരുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ കഴിയാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേദനകളിലൂടെ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയൊഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, ഒരുവൻ അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. അപസ്മാരം പിടിപെട്ട് കഷ്ടപ്പെടുന്ന തൻ്റെ പുത്രന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്. ആദ്യം നമ്മൾ മാതാവിനെ കാണുന്നു, ഇവിടെ ഒരു പിതാവിനെ കാണുന്നു. ഈ പിതാവ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറയുന്നുണ്ട്, ആദ്യം ഈ പിതാവ് വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, അവർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ പിതാവ് വീണ്ടും പറയുകയാണ്, എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിച്ച് എന്നെ രക്ഷിക്കണമേ എന്ന്. വിശ്വാസമുള്ളിടത്തെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റൂ. വിശ്വാസം പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമാണ്. ഈ അപസ്മാര രോഗിയായ മകൻ്റെ പിതാവ് തൻ്റെ വിശ്വാസക്കുറവ് പരിഹരിക്കാൻ തയ്യാറായപ്പോൾ, അത് പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്. എന്തുകൊണ്ട് തങ്ങൾക്കിത് സാധ്യമായില്ല എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. ശിഷ്യന്മാരുടെ അല്പവിശ്വാസവും ഈ ബാലൻ്റെ പിതാവിൻ്റെ അല്പവിശ്വാസവും പരിഹരിക്കപ്പെടുമ്പോൾ മാത്രമാണ് സൗഖ്യമുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കായി അണയുന്ന വ്യക്തികൾക്ക് ആഴമായ വിശ്വാസമുണ്ടാകണം, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ആഴമായ വിശ്വാസമുണ്ടാകണം എന്നതാണ് ഈശോ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് തന്ന ദാനമാണ് നിങ്ങളുടെ മക്കൾ. ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണത്. ഏത് വിധത്തിൽ അവർ വളരണമെന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ട്. ആഗ്രഹം എന്തെന്ന് കണ്ടെത്തി അതനുസരിച്ച് അവരെ വളർത്താൻ തക്ക വിധമുള്ളൊരു അഭിഷേകം നിങ്ങൾ നേടണമെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അത്ഭുത കൃപകൾ വർഷിക്കപ്പെടുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനങ്ങളിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. മരിച്ചുപോയ മകൾ യേശു വന്ന് കൈവച്ചാൽ ജീവിക്കുമെന്ന് വിശ്വസിച്ച ഒരു പിതാവ് മകൾക്ക് വേണ്ടി വന്ന് മധ്യസ്ഥം യാചിക്കുകയാണ്. യേശു അവരുടെ കൂടെ പോവുകയാണ്. യേശു കൂടെ ചെന്ന് സൗഖ്യപ്പെടുത്തുകയാണ്. മരിച്ച അവസ്ഥയിലും യേശു വന്ന് കൈവച്ചാൽ സൗഖ്യപ്പെടുമെന്നുള്ള അവൻ്റെ വിശ്വാസത്തെയാണ് ഈശോ അവിടെ വിലമതിച്ചത്. വീണ്ടും ശതാധിപൻ്റെ ഭൃത്യൻ രോഗബാധിതനായപ്പോൾ യഹൂദ പ്രമാണിമാരെ അവൻ യേശുവിൻ്റെ പക്കലേക്ക് പറഞ്ഞയച്ചു. കാരണം അവൻ തന്നെ പറയുകയാണ്, അങ്ങേ നേരിട്ട് സമീപിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, അതുകൊണ്ടാണ് വിട്ടത്. അങ്ങനെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അവിടെ ഇരുന്നുകൊണ്ട് അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. വൃത്തിന് വേണ്ടി യജമാനൻ പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, വൃത്യർക്ക് വേണ്ടി യജമാനന്മാർ പ്രാർത്ഥിക്കണം, യജമാനന്മാർക്ക് വേണ്ടി വൃത്യന്മാർ പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം, സഹോദരങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം, സഹപ്രവർത്തകർ പരസ്പരം പ്രാർത്ഥിക്കണം, അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. അവൻ ദൈവജനത്തെ സ്നേഹിക്കുന്നവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവജനത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. സഭയെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഭയെ സ്നേഹിക്കുന്നവനായിരിക്കും. അപ്പോൾ ആ ദൈവജനത്തെ, നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നവൻ, നമുക്ക് വേണ്ടി സിനഗോഗ് പണിയിച്ചു തന്നവൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ മറ്റൊന്നും നോക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ സാവൂളിനോട് ഈശോ പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ
സൗൾ പീഡിപ്പിച്ചത് സഭയെയാണ്. സഭയെ പീഡിപ്പിച്ചവൻ യേശുവിനെയാണ് പീഡിപ്പിച്ചതെന്ന് യേശു പറയുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ. പൗലോസ് അപ്പോസ്തലനിലൂടെ ഈ വചനം ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതൊരു വലിയ രഹസ്യമാണ്. യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം അതുപോലെയാണ്. ക്രിസ്തു സഭയുടെ ശിരസ്സാണ്. സഭ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. സഭയെ സ്നേഹിക്കുന്നവൻ, ദൈവജനത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അവൻ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയ്ക്ക് അർഹനാണ്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവൻ, സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോകുന്നവൻ, സഭയെ അവഹേളിക്കുന്നവൻ ക്രിസ്തുവിനെയാണ് അവഹേളിക്കുന്നത്. ആ ബോധ്യമുണ്ടാവണം. അർഹതപ്പെട്ടവനാണ് അനുഗ്രഹം ദൈവം കൊടുക്കുന്നത്. അർഹതയില്ലാത്തവന് ദൈവം എങ്ങനെ അനുഗ്രഹം നൽകും? ശതാധിപൻ അർഹതപ്പെട്ടവനാണ് എന്ന് യഹൂദന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. കർത്താവേ, നിന്റെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ അണയുമ്പോൾ അർഹമായത് മാത്രമേ തരുവുള്ളൂ എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട്. യേശുവിനോട് ചോദിച്ചാൽ അർഹതപ്പെട്ടവൻ കൊടുക്കുമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് നമ്മൾ പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട്. പക്ഷേ ഈ അനുഗ്രഹം കിട്ടാൻ നമ്മൾ അർഹരാണോ? അതുകൂടെ നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ എത്രത്തോളം ഈ അനുഗ്രഹം സ്വീകരിക്കാൻ തക്കവിധമുള്ളൊരു അർഹത, ഒരു വിശ്വാസം, സഭയോടുള്ള ബന്ധം, ഒരു കൂട്ടായ്മയോടുള്ള ബന്ധം, സ്നേഹം നമ്മളിലുണ്ട്. അതാണ് നമ്മളെ അർഹരാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിനു മുമ്പിൽ നാം പ്രാർത്ഥനയ്ക്കായിട്ട് അണയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരാനുള്ള എല്ലാ ചാലുകളും സുഗമമായി ഒഴുകണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാലൊഴുകാൻ, അഭിഷേകത്തിൻ്റെ കൃപയൊഴുകാൻ ദൈവം ഇടവരുത്തണം. നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അമ്മമാർ മക്കളെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചവരാണ്. പക്ഷേ മക്കൾ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് പറ്റാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പലരുടെയും സാക്ഷ്യം ഈ അമ്മമാരുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ മക്കളും ധ്യാനത്തിലേക്ക് കടന്നു വരാൻ ഇടയാകുന്നു. കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നു. അഗസ്തീനോസിനു വേണ്ടി കണ്ണുനീരോടെ ജപമാല ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ മോനിക്ക പുണ്യവതി നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നൊരു ഉദാഹരണമല്ലേ? ജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകൾക്ക് മധ്യേ ദൈവം ഇറങ്ങി വരും. യെരിക്കോ മതിലുകൾ തകർക്കപ്പെട്ടപ്പോഴാണ് ദൈവജനം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോഴാണ്. ജനം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിൻ്റെ തടവറയിൽ അത്ഭുതം നടക്കുന്ന സംഭവം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തുന്നൊരു രംഗമുണ്ട്. പത്രോസ് ബന്ധിതനായി കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അർദ്ധരാത്രിയോടടുത്തപ്പോൾ ഇരുചങ്ങലകളാൽ ബന്ധിതനായി അവൻ 2 പടയാളികളുടെ മധ്യത്തിൽ ഉറങ്ങുന്ന സമയത്ത് കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പത്രോസിനെ തട്ടി ഉണർത്തി ചെങ്ങലകൾ അഴിച്ച് അവനെ പുറത്തേക്ക് നയിക്കുകയാണ്. ഒരു ദർശനം പോലെ മാത്രമേ പത്രോസിന് ഇത് കണ്ടുള്ളൂ. ഇരുമ്പ് കവാടവും കടന്ന് പുറത്തിറങ്ങിയപ്പോൾ ദൂതൻ അവനെ വഴിയിലെത്തിച്ച് അവനിൽ നിന്ന് മറഞ്ഞു. അവിടെ നിന്ന് പത്രോസ് നടന്ന് ചെല്ലുന്നത് മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്കാണ്. മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്കാണ്. ആ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭവനത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥന പത്രോസ് കിടന്ന കാരാഗൃഹത്തിൽ അത്ഭുതത്തിന് കാരണമായി. 2 പടയാളികളുടെ മധ്യേ കിടന്നുറങ്ങിയ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക്
അത്ഭുതകരമായ ദൈവദൂതന്റെ ഇടപെടൽ കടന്നു വരാൻ ഈ മറിയത്തിന്റെ ഭവനത്തിൽ നടന്ന വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് കാരണമായത്. പത്രോസ് വന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ വേലക്കാരി പത്രോസിന്റെ സ്വരം കേട്ട് ഭയപ്പെട്ടു പോയി. അവൾ വാതിൽ തുറക്കാൻ മറന്ന് ഓടി എല്ലാവരോടും വിവരമറിയിച്ചു. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജനം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ തലവൻ കാരാഗൃഹത്തിലാണ്. അർദ്ധരാത്രി സമയത്തും ഉറക്കമുപേക്ഷിച്ചുകൊണ്ട് ജനം മുഴുവൻ ആ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തയ്യാറുണ്ടോ നമുക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ? സഭയ്ക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? വിടുതൽ ഉറപ്പാ, അത്ഭുതം ഉറപ്പാ, ദൈവകൃപ ഉറപ്പാ. ജാഗരണ പ്രാർത്ഥനയ്ക്കൊക്കെയുള്ള ശക്തി എവിടെയാ? അനേകർക്ക് വേണ്ടി ജാഗരണ പ്രാർത്ഥന നടത്തണം. നമ്മൾ അത്ഭുതങ്ങളുടെ കലവറയായിരിക്കും നമ്മുടെ ജീവിതത്തിലും സഭയിലും നമുക്ക് കാണാൻ കഴിയുക. മണിക്കൂറുകൾ, രാത്രിയുടെ യാമങ്ങൾ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കൈകൾ ഉയർത്തി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ അനേകർക്ക് അനുഗ്രഹം വാരി വിതറുന്ന, ദൈവത്തിൻ്റെ കൃപ ഒഴുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദൈവത്തിന് മുമ്പിൽ മധ്യവർത്തികളായി നിലകൊണ്ടുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതമായി മാറട്ടെ. ആ ദൈവകൃപ നമ്മളിലൂടെ അനേകരിലേക്ക് ഒഴുകുമ്പോൾ ആ കൃപ നമ്മളെ സമൃദ്ധമാക്കിയിട്ടേ ഒഴുകൂ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുന്നവരും ആ കൃപ അനേകരിലേക്ക് വർഷിക്കാൻ ചാനലുകളായി വർത്തിക്കുന്നവരുമായി നമുക്ക് മാറാം. ദാഹിച്ച് വലയുന്ന, വിശന്ന് വലയുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ളൊരു ഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ മുമ്പിൽ ഈ പ്രാർത്ഥന നിമിഷങ്ങളിൽ ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് തീക്ഷ്ണതയോടെ ദൈവകൃപകൾക്കായി യാചിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളടച്ച് ഇരുകരങ്ങളും യാചനാപൂർവ്വം പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതൊക്കെയും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്ത ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആത്മാവേ നിറയണമേ. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ജീവിത പങ്കാളികൾ പരസ്പരം പ്രാർത്ഥിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കർത്താവെ അത്ഭുത വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുകളടച്ച് ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം നമ്മളിലൂടെ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ആരാധന. കൃപയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശത്തെ സഭയെ, ഇടവകയെ, കൂട്ടായ്മകളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗികളെ സമർപ്പിക്കുന്നു, വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവെ സമർപ്പിച്ച് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. വിടുതൽ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ